ദൈവവചന ശ്രോതാക്കളായ വിശുദ്ധന്മാർ എല്ലാവർക്കും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ വന്ദനം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി രാജകീയ പുരോഹിതവർഗം എന്ന തലക്കെട്ടിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തുടരുകയാണ്. ഇത് G2R പ്ലാറ്റ്ഫോം. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിസ്തൃതമായി കിടക്കുന്ന ദൈവവചനത്തിൻ്റെ അന്തർലീനമായ സത്യങ്ങളെ ഈ വേദഭാഗ പഠന പരമ്പരയിൽ കൂടെ നിങ്ങളുടെ മുൻപാകെ എത്തിക്കുന്നതിനാണ് ഞങ്ങൾ ഉദ്യമിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി പാപയാഗം അർപ്പിക്കുവാൻ ദൈവം മോശയിൽ കൂടെ നിർദ്ദേശം കൊടുത്തു. അത് നിഴൽ മാത്രമായിരുന്നു. അതിൻ്റെ പൊരുൾ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന യാഗത്തിൽ കൂടെ രാജകീയ പുരോഹിതവർഗത്തിന് നിവർത്തിച്ചു തന്നു എന്നുള്ള വിഷയമാണ്. ഇപ്പോൾ നാം തുടർന്ന് പഠിപ്പാൻ പോകുന്നത് പാപമോചനവും പുതിയ നിയമ ഉപദേശവും. വിശുദ്ധ വേദപുസ്തകത്തിൽ മാനവരാശിയുടെ പാപമോചനത്തിന് ആധാരമായുള്ള അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പാപമോചനത്തിന് ആധാരമായ ഉപദേശങ്ങൾ ഉള്ളതിനേക്കാൾ ഉപരി, നിഴലായതിലുള്ളതിനേക്കാൾ ഉപരി പൊരുളായതിൽ ഉണ്ട്. അപ്പോൾ അത് പഠിക്കുന്ന വിഷയം മറക്കരുത്. പാപമോചനവും പുതിയ നിയമ ഉപദേശവും. അവ ഏതൊക്കെയാണ്? എപ്രകാരമാണ് പാപമോചനം പ്രാവർത്തികമാക്കാം എന്നാണ് ഇപ്പോൾ നാം ചിന്തിക്കുവാൻ പോകുന്നത്. അവ ഏതൊക്കെയാകുന്നു എന്ന് നോക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധാരവും അടിസ്ഥാനവും വിശ്വാസം, അതായത് ദൈവപുത്രനുള്ള സംശയരഹിതമായ വിശ്വാസം അത്രേ. വിശ്വാസത്തിൻ്റെ പടികൾ, ക്രിസ്തു വിശ്വാസത്തിൻ്റെ പടികൾ ശ്രദ്ധിക്കുക. സ്റ്റെപ്സ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. 1. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നേർച്ച കാഴ്ചകളോ കൂദാശകളോ കുമ്പസാരങ്ങളോ പാരമ്പര്യങ്ങളോ പഠിപ്പോ പട്ടമോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? പൗലോസ് തന്നെ എഴുതുകയാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ. 2. അതിൻ്റെ ഉപദേശം. അപ്രകാരം ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും വിശ്വാസത്താൽ ജീവിക്കുന്നു. വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുക മാത്രമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ വിശ്വാസ ജീവിതത്തിൽ അവർ തുടരുന്നു. ഹബക്കൂക്ക് 2:4, റോമർക്ക് എഴുതിയ ലേഖനം 1:17, 3-ാം അധ്യായം 28-ാമത്തെ വാക്യം, 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:16, 3:11, 24, എബ്രായർ 10:38. ഈ വാക്യങ്ങളിലെല്ലാം പൗലോസ് അപ്പോസ്തലൻ ഹബക്കൂക്ക് എഴുതിയ പുസ്തകത്തെ ആധാരമാക്കി അതിൽ ഉദ്ധരണികൾ പറഞ്ഞു പറയുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവരും വിശ്വാസത്താൽ ജീവിക്കുന്നു. 3. എന്താകുന്നു വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി പാപയാഗമായി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം ദൈവപുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യണം. അതുമാത്രം പോരാ, അനന്തരം വിശ്വസിച്ചത് എന്താണ് എന്ന് വായ്കൊണ്ട് തൻ്റെ രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. റോമർക്ക് എഴുതിയ ലേഖനം 10:9, 10. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലേ വായ് സംസാരിക്കുന്നത്. പാത്രത്തിലുണ്ടെങ്കിലല്ലേ തവിയിൽ കയറുകയുള്ളൂ. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രമല്ലേ വായ് വഴി അത് പുറത്തു വരികയുള്ളൂ. അപ്പോൾ നമ്മളുടെ സംസാരത്തിൽ കൂടെ നാം എന്താണ് വിശ്വസിച്ചത് എന്ന് വെളിപ്പെട്ടു വരുന്നു. 4. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉപദേശത്തിൻ്റെ പടികളാണ്. 4. ഏറ്റുപറഞ്ഞ ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച, അനുസരിപ്പാൻ കൊടുത്ത ഉപദേശം പ്രമാണിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യരാകണം. എന്ന് പറഞ്ഞാൽ മുകളിൽ കണ്ട 3 പടികളിൻ പ്രകാരം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞേച്ച് ഇഷ്ടം പോലെ നടന്നാൽ പോരാ,
കർത്താവിൻ്റെ ശിഷ്യരാകണം എന്ന് വെച്ചാൽ കർത്താവിനെ ഗുരുവായി സ്വീകരിക്കണം. മറ്റ് ആളുകളും ഗുരുക്കന്മാരും മതങ്ങളും പഠിപ്പിക്കുന്നത് പഠിക്കരുത്. യേശുക്രിസ്തു പഠിപ്പിച്ച വിഷയങ്ങളെ അവനെ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾ ആത്മാർത്ഥമായി അക്ഷരീയമായി വിശ്വസിക്കുകയും അത് പിൻഗമിക്കുകയും ചെയ്യണം. അതാണ് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ദൈവപുത്രനായ ക്രിസ്തു യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ഇഷ്ടശിഷ്യന്മാർക്ക് കൊടുത്ത നിയോഗം അഥവാ കൽപ്പന. 5, അനന്തരം യേശുക്രിസ്തുവിനോട് ചേരുവാൻ ദൈവപുത്രൻ പോലും ദൈവനീതി നിറവേറ്റുവാൻ സ്വീകരിച്ച മത്തായി സുവിശേഷം 3:15, ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:21-22 വിശ്വാസ സ്നാനം സ്വീകരിച്ച് അവൻ്റെ മരണത്തിൽ പങ്കാളികളാകണം. മത്തായി എഴുതിയ സുവിശേഷം 28:18-19, മർക്കോസ് എഴുതിയ സുവിശേഷം 16:15-16, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-8 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 27-28 വാക്യങ്ങൾ. എന്തിനാണ് ഇത്രയും വാക്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, 2 പേരുടെ വായ്മൊഴിയാൽ 2 വാക്യങ്ങളാൽ കാര്യങ്ങൾ ഉറപ്പാക്കണം. സംശയരഹിതമായി പഠിപ്പാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കൾക്ക് അതിൻ്റെ ഒത്തുവാക്യങ്ങൾ കൂടെയാണ് ഈ വേദപഠന പരമ്പരയിൽ കൂടെ ഞങ്ങൾ ചെയ്യുന്നത്. പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയണം. പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയണം. അതാണ് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 3:6, ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:3. അപ്പസ്തലന്മാരും അത് തന്നെയാണ് പഠിപ്പിച്ചത്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 38, 10-ാം അധ്യായം 43. പിന്നീടുള്ള 6-ാമത്തെ വിഷയം, പിന്നീടുള്ള ആയുസ് മുഴുവൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മാനസാന്തരത്തിനേറ്റ ഫലവും കായ്ക്കണം. ഇത് പുതിയ നിയമ ഉപദേശമാകുന്നുവെങ്കിലും ന്യായപ്രമാണ യുഗം മോശെ മുതൽ യോഹന്നാൻ വരെ ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ കണ്ണിയാകുന്ന യോഹന്നാൻ ദൈവപുത്രനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മുൻപ് മരുഭൂമിയിൽ യോർദാൻ കരയിൽ സ്നാനപ്പെടുവാൻ വന്ന ജനത്തോട് വിളിച്ചു പറഞ്ഞ ദൈവവചനമാണ്. 7-ാമത്തെ കാര്യം, ശേഷിക്കുന്ന ആയുഷ്കാലം മുഴുവനും അപ്പസ്തലന്മാർ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള അപ്പസ്തല പ്രവൃത്തി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. 2-ാമത്തെ അധ്യായം മുതൽ നടന്നിട്ടുള്ള പ്രസംഗവേളയിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാകുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായി പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യരുടെ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള 7 ഉപദേശങ്ങളിൽ 7 ഉപദേശങ്ങൾ മരണം വരെ വിശ്വസ്തരായി നിലനിൽക്കണം. അപ്പസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ് 7 ഉപദേശങ്ങൾ. 7 ഉപദേശങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതിയിരിക്കുന്നത്. 1, മാനസാന്തരം 2-ാം അധ്യായം 38A. 2, സ്നാനം 2-ാം അധ്യായം 38B. 3, പരിശുദ്ധാത്മാഭിഷേകം 2-ാം അധ്യായം 38C. 4, വേർപാടാചരണം 2-ാം അധ്യായം 40-ാം വാക്യം. 5, അപ്പസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം 2-ാം അധ്യായം 42A. 3, കൂട്ടായ്മ ആചരിക്കണം 2-ാം അധ്യായം 42B. 3, 7, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു പോകണം 2-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൻ്റെ B. നമ്മുടെ കർത്താവും ഈ ശുശ്രൂഷ, അപ്പം നുറുക്കൽ ശുശ്രൂഷ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയതാണ്. ചുരുക്കത്തിൽ യഹൂദാജനം സദാസമയവും നിരന്തരമായി തങ്ങൾ അറിഞ്ഞും അറിയാതെയും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന പാപപരിഹാരയാഗം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവപുത്രൻ തൻ്റെ ക്രൂശുമരണത്തിൽ കൂടെ വിശ്വസിക്കുന്ന ഏവർക്കും പാപക്ഷമ പ്രാപിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഇനി ഒരിക്കലും ഓർക്കയുമില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നതിനാൽ വാക്യം യെശയ്യാപ്രവചനം 43:25, എബ്രായർക്ക് എഴുതിയ ലേഖനം 8:12, 10, 17. ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ
കാളക്കിടാക്കളോ പശുക്കിടാങ്ങളോ ആട്ടുകൊറ്റനോ ആട്ടിൻ കുഞ്ഞുങ്ങളെയോ യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ ദൈവപുത്രനായ ദൈവകുഞ്ഞാടിൻ്റെ കാൽവറി ക്രൂശുമരണത്തിൽ കൂടി പാപയാഗവും എന്നേക്കുമായി നിറവേറി എന്ന് അർത്ഥം. നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. പഴയ നിയമ പുരോഹിതന്മാർ ലേവിയുടെ മക്കൾ യാഗം കഴിക്കുകയും യാഗം നടത്തുകയും ചെയ്തപ്പോൾ യേശുക്രിസ്തു എന്ന രാജകീയ പുരോഹിതവർഗത്തിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ഇനിയും ഇങ്ങനെയുള്ള മൃഗയാഗങ്ങൾ ആവശ്യമില്ലാത്തവണ്ണം നമുക്ക് വേണ്ടി എന്നേക്കുമായി പാപയാഗവും ആയിത്തീർന്നു. അടുത്ത വിഷയം പാപമോചനം, ഒരു സംവാദം. മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം പാപയാഗമായി തീരുവാൻ പാപരഹിതനായി മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ദൈവപുത്രൻ തൻ്റെ ഐഹിക ശുശ്രൂഷാവേളയിൽ നിർവഹിച്ച പാപക്ഷമാ ശുശ്രൂഷകൾ കാണുകയും കേൾക്കുകയും ചെയ്ത പരീശന്മാരും ന്യായശാസ്ത്രിമാരും നടത്തിയ വിമർശനമാണ് ഈ വിഷയത്തിൻ്റെ സാരം. ദൈവപുത്രൻ നടത്തിക്കൊടുത്ത പാപക്ഷമാ ശുശ്രൂഷകളും പരീശന്മാരുമായി നടന്ന സംവാദങ്ങളും. 1. കർത്താവിൻ്റെ സ്വന്തം പട്ടണമായിരുന്ന കഫർന്നഹൂമിൽ അവൻ ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ 4 ആളുകൾ ചുമന്നുകൊണ്ട് കട്ടിന്മേൽ കിടന്ന പക്ഷപാത രോഗിയുടെ രോഗകാരണമായ പാപത്തെ ക്ഷമിച്ച് സംഭവത്തിൻ്റെ പരിണതഫലമായി ഉണ്ടായ സംവാദം. കർത്താവ് ആ പക്ഷപാത രോഗിയോട് പറഞ്ഞു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഈ സംസാരം കേട്ടുകൊണ്ട് സ്വന്തം പട്ടണക്കാരായ ദൃക്സാക്ഷികളായി നിന്നിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും അവരുടെ ഹൃദയത്തിൽ, അതായത് അവരുടെ മനസ്സിൽ അന്യോന്യം പറഞ്ഞത് എന്താകുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവം ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആർ എന്നുള്ളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ദൈവപുത്രൻ അത് മനസ്സിൽ ഗ്രഹിച്ചു. അവരുള്ളിൽ ചിന്തിച്ചത് ദൈവപുത്രൻ മനസ്സിൽ ഗ്രഹിച്ചു. കാരണം യഹോവ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം ആകയാൽ ആ ദൈവത്തിൻ്റെ പുത്രൻ ജഡാവതാരം സ്വീകരിച്ച് ഇവിടെ വന്നപ്പോൾ മനുഷ്യൻ്റെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്തു. മത്തായിയുടെ സുവിശേഷം 9-4, മർക്കോസ് സുവിശേഷം 2-8, ലൂക്കോസ് സുവിശേഷം 5-21-22. അവരുടെ സംവാദത്തിന് ഉത്തരമായി ദൈവപുത്രൻ പറഞ്ഞ ഉത്തരം കൂടെ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധേയമാണ്. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്നത്രേ. മത്തായി 9-6, മർക്കോസ് 2-10, ലൂക്കോസ് 5-24. യേശുക്രിസ്തുവിന് എത്രയോ അധികാരങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തേതിൻ്റെ 18-ാമത്തെ വാക്യത്തിലും 19-ാമത്തെ വാക്യത്തിലും സ്വർഗാരോഹണത്തിന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് യേശുക്രിസ്തു തിരുവായി മുഴിഞ്ഞ ദിവ്യവേദന ഓർക്കണം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ജഡാവതാര സന്ദർഭത്തിൽ തനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ് പാപങ്ങളെ മോചിക്കുവാൻ. 2-ാമത്തെ സംഭവം, പരീശന്മാരിൽ ഒരുത്തൻ്റെ ഭവനത്തിൽ ദൈവപുത്രനെ ഭക്ഷണം കഴിപ്പാൻ ക്ഷണിച്ചപ്പോൾ നടന്ന സംഭവം അത്രേ. അവൻ്റെ ക്ഷണം സ്വീകരിച്ച ദൈവപുത്രൻ പരീശൻ്റെ വീട്ടിൽ ചെന്നു ഭക്ഷണത്തിനിരുന്നു. അവൻ പരീശൻ എന്ന പേരുണ്ടെങ്കിലും ഒരു സാധാരണക്കാരനോട് കാണിക്കേണ്ട ആചാരമര്യാദ പോലും കർത്താവായ ദൈവപുത്രനോട് കാണിച്ചില്ല. അതായത് യഹൂദ മര്യാദ അനുസരിച്ച് ഒരുവനെ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ, അതിഥിയായി ക്ഷണിച്ചാൽ, ആ അതിഥി അവൻ്റെ പുരയ്ക്കകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ആതിഥേയൻ അതിഥിയെ ചുംബനം ചെയ്ത ശേഷം വെള്ളം കൊണ്ട് കാൽ കഴുകും. ലൂക്കോസിന്റെ സുവിശേഷം 7:44. കാൽ കഴുകുന്നത് യഹൂദന്മാരുടെ പാരമ്പര്യ ആചാരം ആയിരുന്നു. അബ്രഹാം തൻ്റെ കൂടാരവാതുക്കൽ ഇരിക്കുമ്പോൾ
തൻ്റെ നേരെ നിന്നിരുന്ന 3 പുരുഷന്മാരുടെ കാൽ കഴുകി ആദരിച്ചില്ലേ? ഉൽപ്പത്തി 18:1-5 വരെ. അപ്പോൾ വലിയ വല്യപ്പച്ചൻ്റെ കാലം തൊട്ട് തുടങ്ങിയ ആചാരമര്യാദയാണിത്. ലോത്ത് സോദോം പട്ടണത്തിൽ വാതിൽക്കൽ ഇരിക്കുമ്പോൾ കണ്ട ദൂതന്മാരുടെ കാൽ കഴുകി ഭവനത്തിൽ സ്വീകരിച്ചില്ലേ? ഉൽപ്പത്തി പുസ്തകം 19-1-3 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമും ലോത്തും ഇപ്രകാരം ചെയ്തത് അവരിരുവരുടെയും ജന്മദേശത്തു വെച്ച് അവർ ആചരിച്ചു വന്ന പൂർവ്വപിതാക്കന്മാർ ആചരിച്ചു വന്ന ശുശ്രൂഷയുടെ ആവർത്തനമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 24-32 വാക്യം. അതുകൊണ്ടാണ് അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിന് വേണ്ടി വിവാഹം നടത്തി കൊടുക്കേണ്ടതിന് എലയാസറിനെ അയച്ചപ്പോൾ അബ്രഹാമിൻ്റെ പുത്രനാകുന്ന ഇസഹാക്കിൻ്റെ അമ്മാവിയപ്പനാകുവാൻ പോകുന്ന വ്യക്തി എലയാസറിനെയും കൂടെ ചെന്നവരെയും കാൽ കഴുകി സ്വീകരിച്ചത്. അടുത്തത്, അപ്പനായ യാക്കോബിൻ്റെ നിർദ്ദേശപ്രകാരം കനാൻ ദേശത്തു നിന്ന് ഭക്ഷണം കൊള്ളുവാൻ മിസ്രൈമിൽ ചെന്ന സഹോദരന്മാരുടെ കാലുകളെ കഴുകി യോസെഫ് അവരെ സ്വീകരിച്ചില്ലേ? ഉൽപ്പത്തി പുസ്തകം 43-24. അടുത്തതായി, അഹരോനും പുത്രന്മാരും താമര തൊട്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കൈകാലുകൾ കഴുകിയ ശേഷം മാത്രമായിരുന്നുവല്ലോ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തു വന്നിരുന്നത്. പുറപ്പാട് പുസ്തകം 30-17-21 വരെയുള്ള വാക്യങ്ങളും 40-31 വാക്യവും. കാലുകളെ കഴുകുന്നത് വെളിയിൽ നടക്കുമ്പോൾ കാലുകളിൽ പറ്റുന്ന മലിനതയെ നീക്കുവാൻ വേണ്ടിയാകുന്നു എന്ന് ശൂലേമി ഉത്തമഗീത പുസ്തകം 5-3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം കർത്താവിനെ പരീശൻ എന്ന് പറയുന്ന വ്യക്തി ക്ഷണിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന കർത്താവിനോട് ഈ ആതിഥേയ മര്യാദ കാണിച്ചില്ല. ദൈവപുത്രനായ കർത്താവും താൻ നിർവഹിച്ച അന്ത്യത്താഴത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുവർത്തിയല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-5-10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മുകളിൽ കണ്ട പരീശൻ ഇവയൊന്നും ദൈവപുത്രന് ചെയ്തു കൊടുത്തില്ല. ലൂക്കോസ് 7:44. അപ്പോൾ പാപിനിയായ ഒരു സ്ത്രീ കർത്താവ് പരീശൻ്റെ വീട്ടിൽ വന്ന വിവരം അറിഞ്ഞ് അവിടെ ചെന്ന് കർത്താവിൻ്റെ ഇരിക്കുന്ന കസേരയുടെ പുറകിൽ നിലത്തിരുന്ന് കാൽ ചുവട്ടിൽ ഇരിപ്പുറപ്പിച്ചു. എന്നിട്ട് കണ്ണുനീർ കൊണ്ട് ദൈവപുത്രൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. എന്നിട്ട് അവൾ കാൽ ചുംബിച്ചു. അവൾ കൊണ്ടുവന്ന വെങ്കൽ ഭരണി അലബാസ്റ്റർ പാത്രം തുറന്ന് കർത്താവിൻ്റെ കാൽക്കൽ ഒഴിച്ചു. അതിനെ അലബാസ്റ്റർ എന്നുള്ളതിന് മൂറോൻ എന്നാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം. മൂറോൻ തൈലം കർത്താവിൻ്റെ കാൽക്കൽ ഒഴിച്ചു, തൻ്റെ കാൽക്കൽ പൂശി. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 7-38-45-46 വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-47-50 വരെയുള്ള വാക്യങ്ങൾ. ദൈവപുത്രനായ കർത്താവ് ആരായിരുന്നാലും തൻ്റെ അടുക്കൽ വരുന്ന പാപം ഏറ്റുപറയുന്ന ഏവരുടെയും പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ അധികാരമുണ്ട്. കാരണം അവിടുന്ന് മാത്രം പാപം ഇല്ലാത്തവൻ. കർത്താവിൻ്റെ കൃപയാൽ തുടർന്ന് നമുക്ക് ഈ പാപമോചനത്തെ സംബന്ധിച്ച് പഠിക്കാം. നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ പാപത്തെ ക്ഷമിച്ചു തന്നതുകൊണ്ട് നാം സമാധാനമായി ജീവിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരേവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശുശ്രൂഷകളെയും തിരുപ്പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഏകജാതൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.